ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വരുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് ഓക്കയും കുറുകുറയൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാളും ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ട് സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് വരുന്നത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പത്രികുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇനി പത്രിക നമ്മൾ വാട്ടുന്നത് പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ പാത്രം അടുപ്പത്ത് വെച്ച് ഞാനിവിടെ 2 കപ്പ് പൊടിക്ക് ഒരു 2.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പത്തിരിപ്പൊടിനേക്കാളും കുറച്ചുകൂടി ഇച്ചിരി കൂടി കട്ടിയായിട്ട് വേണം നമുക്ക്. അപ്പോൾ അതിനേക്കാളും കുറച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. നമുക്കിനി ഇതിൽ വെള്ളത്തിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കൊടുക്കണേ. ഉപ്പിടുമ്പോൾ വെള്ളത്തിനേക്കാളും ഒരു ലേസ് മിൻസ് അധികം ഇടണം. പൊടിയിൽ ഉപ്പ് പിടിക്കണ്ടേ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിയൊന്ന് വേകട്ടെ. ഇപ്പോൾ മാവ് നന്നായിട്ട് വെന്ത് മിസ്സായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് മാവ് ഇതിൽ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ടേബിളിൻ്റെ മേലെ ഇട്ടിട്ടാണ് ഈ മാവ് കുഴയ്ക്കുന്നത് കേട്ടോ. നമുക്കിനി ഈ മാവ് നന്നായിട്ട് പത്രിക കുഴയ്ക്കണ പോലെ കുഴച്ചെടുക്കാം. ചൂടോടെ ഒന്ന് കൂട്ടിയാക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് കൂടി വരില്ല. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി നമുക്ക് പത്രിക കുഴക്കണ പോലെ ഇങ്ങനെ കുഴച്ച് നമുക്ക് സോഫ്റ്റ് ആക്കണം. പത്രിക നമ്മൾ വെള്ളം മുക്കിയിട്ടല്ലേ കുഴയ്ക്കുക. ഇത് വെള്ളം മുക്കാതെ കൈ നനയ്ക്കാതെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. നല്ല കട്ടിയാണ് മാവ്, നല്ല ചൂടുമാണ്. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, കണ്ട നമ്മൾ കുഴച്ച് സോഫ്റ്റാക്കിയതാണ്. നമുക്കിനി ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ നമുക്കൊരു ചെറിയ കഷ്ണം എടുത്ത് പരത്താം. ഈ ഒട്ടാതിരിക്കാൻ നമുക്കിവിടെ ലേശം പൊടി പരത്തിയിടാം. ഇത് നമുക്ക് പരത്തുമ്പോൾ ഷേപ്പൊന്നും ആവശ്യമില്ല. നമുക്കിത് മുറിച്ചെടുക്കാനുള്ളതാണ്. ഒരു ചപ്പാത്തിയുടെ കട്ടിയിൽ പരത്തിയെടുക്കണേ. ഇങ്ങനെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചതുരത്തിലൊന്ന് മുറിച്ചെടുക്കാം. നമുക്കിനി ഇത്ര രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. മേലെ ഇച്ചിരി ഒരു പൊടി നമുക്ക് വിതറി കൊടുക്കാം, ഒട്ടി പിടിക്കാതിരിക്കാൻ. നമുക്കിനിപ്പോൾ മുറിച്ച് വെച്ച നീളം കഷ്ണത്തിൽ നിന്ന് ചെറുതാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഒരു കഷ്ണമാക്കുക, പിന്നെ ഇങ്ങനെ ഒരു കഷ്ണമാക്കുക, പിന്നെ ഇങ്ങനെ ആക്കുക. നമ്മൾ മുറിക്കുമ്പോൾ ഈ കട്ടിയിൽ വേണം മുറിക്കാൻ കേട്ടോ. ഒരു ചപ്പാത്തിയുടെ കട്ടിയേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാതും ഇങ്ങനെ മുറിച്ച് പരത്തി മുറിച്ചെടുക്കാം. ഇതേപോലെ എല്ലാതും ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ,
കനം കുറച്ച് ഒന്നുപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചിഞ്ഞെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് ഉണ്ടാക്കിയാൽ 1 മാസം വരെ അളുക്കിലൊക്കെ എടുത്തിട്ട് വെക്കാം. ഇത് ഓയിലിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ ആയിരിക്കും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ വേഗം കാറിപ്പോവും. അതുകൊണ്ടാണ് ഈ ഓയിലിൽ ഉണ്ടാക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലും ഉണ്ടാക്കാൻ പറ്റും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് പൊള്ളച്ച് മേലേക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ മറിച്ചിട്ടാൽ മറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇളക്കി മറിച്ചിടുക. 2 വശത്തും ഒന്നുപോലെ ആവണം. ഇതിൻ്റെ വെള്ള കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ട ചിലിന്ന് കേൾക്കണ്. കുപ്പി കിലുങ്ങണതുപോലെ കിലുങ്ങണുണ്ട്. ഇത് കണ്ടില്ലേ, ഇടുമ്പോൾ കുപ്പി വളച്ചിലിങ്ങിലെ പോലെ കണ്ടാ, കുപ്പി വളച്ചിലിങ്ങണതുപോലെ ചിലുങ്ങണുണ്ട്. ഈ പരുവത്തിൽ വേണം എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതിടാം. അടുത്തത് ഇതുപോലെ ഇട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. ഇടുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ഇടണേ, കൈമ എണ്ണ തെറിക്കണ്ട. ഓക്കെ, എല്ലാതും ഇതേപോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഇത് ലാസ്റ്റാണ്. നമ്മൾ പൊരിച്ച് വെച്ചതൊക്കെ കുറച്ച് ചൂടാറട്ട്, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാതും കൊട്ടാം. ഇതേപോലെ മൊരിഞ്ഞ് വരണം, കണ്ടില്ലേ? മുരുന്ന് കേൾക്കണത് കറുപുറുന്ന്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഞാനിതിലിടുന്നത്. 1 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചാട്ട് മസാല ഇടാം. ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. ഞാനിവിടെ 1/4 ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ മസാല ആവട്ടെ. ഇപ്പം നല്ല രസമുണ്ട്, കണ്ടില്ലേ? ഹൈവ എരിവും ഒരു പുളിയും ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിലിപ്പോൾ ചാട്ട് മസാല ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പും മുളക് പൊടിയും ഇട്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഇതേമാതിരി ആക്കി ഒരു ഭരണിയിൽ അടച്ചു വെച്ചാൽ 1 മാസം വരെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് ഓക്കയും മറ്റേ കുറുകുറ് എന്നുള്ള സാധനമില്ലേ, കുറുകുറെന്നുള്ളത്, അതൊക്കെ വാങ്ങി കൊടുക്കണേനേക്കാളും ഇത് കൊടുത്താൽ മക്കൾക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടും. നല്ലതാണ്. ഇത് ഉണ്ടാക്കി എല്ലാവരും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മക്കൾ ചായ കുടിക്കുമ്പോൾ ഇച്ചിരി എടുത്തൊരു പാത്രത്തിലിട്ട് കൊടുത്ത് അവരിങ്ങനെ കടിച്ച് നടക്കും. നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള കർമുറ ഉള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കണം. ഭരണിയിൽ അടച്ചു വെച്ചാൽ മതി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.